ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് മൂട്ട. ഈ ഒരു മൂട്ടേൻ്റെ ശല്യം നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പ്രവാസികളായിരിക്കും ഇതിൻ്റെ ശല്യം കൂടുതലായിട്ട് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാവുക. അപ്പം ഈ ഒരു മൂട്ട ഒന്ന് മതി പെരുകി നിറഞ്ഞാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുതിയ ഇടയ്ക്കൊക്കെ വാങ്ങുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ മുകളിലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊക്കെ മാറ്റാണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു പരിധി വരെയൊക്കെ ഈ ഒരു മൂട്ടേനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇത് നാട്ടിലുള്ളവർക്കല്ല കേട്ടോ, പ്രവാസികളൊക്കെ ഇങ്ങനെ പുതിയ മെത്തിയൊക്കെ വാങ്ങുമ്പോൾ അങ്ങനെ ചെയ്താൽ മതിയാവും. കൂടുതൽ ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഈ ഒരു മൂട്ടേൻ്റെ ശല്യം കൂടുതലായിട്ടും വരിക. ഇതൊരു ബാഗിൻ്റെ പിറകു വശമാണ് കേട്ടോ. ഈ ഒരു ബാഗിൻ്റെ സ്ഥലത്ത് പോയിട്ടും ഈ ഒരു മൂട്ടേൻ്റെ ശല്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു മൂട്ടേൻ്റെ ശല്യം പോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസൽ റെമഡി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പം ഉറുമ്പിനെയും അതേപോലെ തന്നെ ഒരുവിധം പ്രാണി സംഭവങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു മഞ്ഞൾപ്പൊടി നമുക്ക് സഹായമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. മൂട്ടേൻ്റെ ശല്യമുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ഷാമ്പു ആണ്. ക്ലിനിക് പ്ലസിൻ്റെ ₹1 ഈ ഒരു ഷാമ്പു ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു ഷാമ്പുവും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മൂട്ട ശല്യമുള്ള സ്ഥലത്തൊക്കെ ഇത് വെച്ചിട്ടുള്ള ഒരു സ്പ്രേ അടിച്ചു കൊടുത്ത ശേഷം നമ്മൾ രാത്രി അടിച്ചു കൊടുക്കുക. രാവിലെ ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമാണല്ലോ, നല്ല വെയിലത്ത് കൊണ്ടുപോയിട്ട് ഒരു ബെഡ് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് നമ്മളെ വീട്ടിൽ എത്ര ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള അളവിലെടുക്കുക കേട്ടോ. അപ്പം ഒരുപാടൊക്കെ ഉണ്ടെങ്കിലും ഒരു മൂട്ട ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് അവിടെ പെരുകിയിട്ടുണ്ടാവും. മാത്രമല്ല അതിൻ്റെ മുട്ടയും ഒക്കെ ഉണ്ടാവും. അപ്പം ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നേരെ രാത്രി ആണെങ്കിൽ രാത്രി നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എവിടെയൊക്കെയാണുള്ളത് ഒരു സ്ഥലം ഒഴിവില്ലാതെ ഈ ഒരു സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ബെഡും പില്ലും ഒക്കെ നല്ല വെയിലത്ത് കൊണ്ടുവച്ചിട്ട് ഇടുക കേട്ടോ. പിന്നെ കട്ടിലിൻ്റെ മുകളിലൊക്കെ അടിക്കാൻ വേണ്ടി മറന്നു പോകരുത്. അതേപോലെ നമ്മൾ ആ ടൈമിലൊക്കെ വിരിച്ചിട്ടുള്ള ബെഡ്ഷീറ്റ് നല്ല ചൂടുവെള്ളത്തിൽ സോപ്പും പൊടി വെച്ചിട്ട് അലക്കുക കേട്ടോ. എന്നിട്ട് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഇടുക. പിന്നെ അലമാരയിലൊക്കെ ഉണ്ടെങ്കിൽ അലമാരയിലൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൂടാതെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി നീരും കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് ഒരു സ്പ്രേ ബോട്ടിലാണ് ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് കേട്ടോ കൊടുത്തുള്ളത്. ഇതിൻ്റെ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെ അടിച്ചിട്ട് നല്ലപോലെ അങ്ങ് നശിപ്പിച്ചാൾ കേട്ടോ. അപ്പോൾ ഈ ഒരു മൂട്ടയ്ക്ക് ഭക്ഷണമൊന്നും ഇല്ലാതെ ഒരുപാട് നാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു മൂട്ട ഒന്ന് കുടുങ്ങിയാൽ മതി, ബാക്കി ഫുള്ള് ഈ ഒരു ഒറ്റയൊന്നും തന്നെ ഉണ്ടായിക്കോളൂ കേട്ടോ. അനുഭവമുള്ളതിനെ കൊണ്ടാണ് പറയുന്നത്. അപ്പം ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് 100% വിശ്വസിച്ചിട്ട് തന്നെ ചെയ്യാം. സൊല്യൂഷൻ വെച്ചിട്ട് ഒറ്റത്തവണ നിങ്ങൾ അടിച്ചാൽ മതി. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ മൂട്ടേൻ്റെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു. സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം പോരാ, ഈ ഒരു ബെഡും പില്ലൊക്കെ വെയിലത്ത് കൊണ്ടുവച്ചിടണം. ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് നല്ലപോലെ ചൂടുവെള്ളത്തിൽ സോപ്പ് പൊടി കലക്കിയിട്ട് അലക്കാനും മറന്നു പോരുത് കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ശല്യം പൂർണ്ണമായിട്ട് മാറി കിട്ടത്തുള്ളൂ. ഈ ഒരു മൂട്ട പ്രവാസികളൊക്കെ ആണെങ്കിൽ ഈ ഒരു മൂട്ടയുള്ള റൂം നല്ലപോലെ വൃത്തിയാക്കിയിട്ട് ഈ ഒരു സ്പ്രേ എല്ലായിടെയും ഒന്ന് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം ചെയ്താൽ പൂർണ്ണമായിട്ട് തന്നെ പോയിക്കോളൂ കേട്ടോ. അപ്പം താങ്ക് യു.